വർഷം 1947 ഏപ്രിൽ 28. തെക്കേ അമേരിക്കയിലെ പെറുവിലുള്ള കലാവ തുറമുഖത്ത് നിന്ന് കോണ്ടിക്കി എന്ന തടിച്ചങ്ങാടത്തെ ഗാർഡിയന്റിയോസ് എന്ന കപ്പൽ പുറംകടലിലേക്കു വലിച്ചുകൊണ്ടു പോകുകയാണ്. പുറംകടലിലെത്തിയാൽ കപ്പൽ ചങ്ങാടത്തെ സ്വതന്ത്രമാക്കും. പിന്നെ ആർത്തലയ്ക്കുന്ന കടലിലൂടെ തുഴഞ്ഞു നീങ്ങി യാത്രക്കാരെ കടലിനക്കരിയുള്ള പോളിനേഷ്യൻ ദ്വീപുകളിൽ എത്തിക്കണം. ബാൽസ എന്ന തടികൊണ്ട് കെട്ടിയുണ്ടാക്കിയ വെറുമൊരു ചങ്ങാടത്തിൽ. അങ്ങകലേക്കു തിരിക്കാൻ ചങ്ങാടത്തിലെ യാത്രക്കാരെ പ്രേരിപ്പിച്ചത് ഒരു കേട്ടുകേൾവിയാണ്. പെറുവിലെ പ്രാചീന ജനങ്ങളുടെ ബന്ധുക്കളാണ് പോളിനേഷ്യക്കാർ. അവർ പണ്ടുകാലത്ത് ബാൽസ തടികൊണ്ടുള്ള ചങ്ങാടത്തിലാണ് സമുദ്രം താണ്ടി അവിടെ എത്തിയിരുന്നത്. ഈ കാര്യം ഒന്നുകൂടി പരീക്ഷിച്ചു ബോധ്യപ്പെടുകയായിരുന്നു കോണ്ടിക്കി യാത്രികരുടെ ഉദ്ദേശം. നട് ഹാഗ്ലാൻഡ്, ബെങ്ഡ് ഡാനിയൽസൺ, തോർ ഹെയർദാൽ, എറിക് ഹെസൽബർഗ്, ടോറൻ റാബി, ഹെർമൻ വാട്സിംഗർ എന്നിങ്ങനെ 6 പേരായിരുന്നു കോണ്ടിക്കിയിൽ യാത്ര തിരിച്ച സാഹസികർ. അവർക്ക് കൂട്ടിനൊരു തത്തയുമുണ്ടായിരുന്നു. ഒടുവിൽ കപ്പൽ കോണ്ടിക്കിയെയും വലിച്ചു പുറംകടലിലെത്തി. വൈകാതെ കോണ്ടിക്കിയെ പുറംകടലിൽ സാഹസികയാത്രയ്ക്ക് തനിയെ വിട്ട് കപ്പൽ മടങ്ങി. അതിലെ നാവികർ ചങ്ങാടത്തിലുള്ളവർക്കു നേരെ കൈവീശി. കപ്പൽ കണ്ണിൽ നിന്നു മറയും വരെ ഹെയർദാലും മറ്റു സഞ്ചാരികളും നോക്കി നിന്നു. പിന്നീട് ചങ്ങാടത്തിലെ മുളകൊണ്ടുള്ള പാമരത്തിൽ പായ വലിച്ചുകെട്ടി. കോണ്ടിക്കി സാവധാനം മുന്നോട്ടു നീങ്ങി. പ്രാചീനരായ സ്പാനിഷ് നാവികർ വിവരിച്ചിരുന്നതനുസരിച്ചാണ് അവർ കോണ്ടിക്കി നിർമ്മിച്ചത്. പക്ഷേ അത്തരം ചങ്ങാടങ്ങൾ കടലിൽ എങ്ങനെയാണവർ നിയന്ത്രിച്ചിരുന്നതെന്ന് എഴുതിവച്ചിട്ടുണ്ടായിരുന്നില്ല. സൂര്യാസ്തമയം നോക്കി പടിഞ്ഞാറു ദിശയിലേക്ക് ചങ്ങാടം വിടാൻ അവർ തീരുമാനിച്ചു. ചങ്ങാടത്തിന്റെ പിന്നിൽ ഉറപ്പിച്ചിരുന്ന കൂറ്റൻ പങ്കായം കൊണ്ട് തുഴഞ്ഞും ചങ്ങാടത്തിന്റെ ഗതി നിയന്ത്രിച്ചുമായിരുന്നു യാത്ര. 6 പേരും 2 മണിക്കൂർ മാറി മാറി ആ ജോലി ചെയ്തു. എന്നാൽ കടൽ പ്രക്ഷുബ്ധമാകുമ്പോൾ ചങ്ങാടത്തെ നിയന്ത്രിക്കാൻ എല്ലാവരും ഒത്തുപിടിക്കേണ്ടി വന്നു. തിരമാലകളിൽ നിന്ന് വെള്ളം ചങ്ങാടത്തിൽ അടിച്ചുകയറിയിരുന്നെങ്കിലും കുട്ടിക്കെട്ടിയ തടികളുടെ വിടവിലൂടെ അടുത്ത നിമിഷം അതൊഴുകിപ്പോകുകയും ചെയ്തിരുന്നു. സമുദ്രയാത്രയ്ക്ക് ചങ്ങാടം ഉപയോഗിക്കുന്നതിന്റെ ഏറ്റവും വലിയ പ്രയോജനം അതായിരുന്നു. വഞ്ചിയോ കപ്പലോ പോലെ വെള്ളം അകത്തു കെട്ടിക്കിടന്ന് അതൊരിക്കലും മറിയുകയോ മുങ്ങുകയോ ഇല്ല. ദിക്കറിയുവാൻ ചങ്ങാടത്തിന്റെ അമരത്തിൽ ഒരു വടക്കുനോക്കിയന്ത്രവും അവർ വച്ചിരുന്നു. എങ്കിലും എവിടെ വരെ എത്തിയെന്നോ ലക്ഷ്യത്തിലേക്കു തന്നെയാണോ പോകുന്നതെന്നോ അവർക്കൊരു പിടിയും ഉണ്ടായിരുന്നില്ല. ദുർഘടയാത്രയുടെ 2 ദിവസങ്ങൾ പിന്നിട്ടു. 3-ാം ദിവസം രാത്രി അസഹ്യമായ ക്ഷീണത്താൽ ചങ്ങാടത്തിന്റെ പായ അഴിച്ചു ചുരുട്ടിക്കെട്ടിയ ശേഷം ചങ്ങാടത്തിലെ കുടിലിനുള്ളിൽ അവർ വിശ്രമിച്ചു. പണ്ട് ഈ രീതിയിൽ യാത്ര ചെയ്തിരുന്നവർ പങ്കായം പ്രയോഗിച്ചിരുന്നത് എങ്ങനെയെന്ന് അപ്പോഴേക്കും അവർക്ക് ഏകദേശം മനസ്സിലായിരുന്നു. കൂടിനുള്ളിൽ തത്ത ചിറകടിച്ച് അസ്വസ്ഥത കാട്ടിയപ്പോഴാണ് അവർ ഉണർന്നത്. അപ്പോഴേക്കും നേരം പുലർന്നിരുന്നു. വീണ്ടും പായ വലിച്ചുകെട്ടി യാത്ര തുടർന്നവർ പട്ടത്തിന്റെയും ബലൂണിന്റെയും സഹായത്തോടെ കമ്പി ആകാശത്തേക്കുയർത്തി വയർലെസ് സന്ദേശങ്ങളെക്കാനും ശ്രമിച്ചു. ആ ശ്രമം വിജയിച്ചു. അമേരിക്കൻ സ്ഥാനപതി അവരുടെ യാത്ര കാണാൻ വിമാനത്തിൽ അങ്ങോട്ട് വരുന്നതായി മറുപടി കിട്ടി. പക്ഷേ പിന്നീട് വന്നെത്തിയ വിമാനത്തിന്റെ ശബ്ദം മാത്രമേ അവർക്ക് കേൾക്കാൻ കഴിഞ്ഞുള്ളൂ. താമസിയാതെ അത് മടങ്ങിപ്പോകുകയും ചെയ്തു. വൈകാതെ കടൽ അല്പം ശാന്തമായി. നന്നായി കാറ്റടിക്കാനും തുടങ്ങി. കോണ്ടിക്കി മണിക്കൂറിൽ 70-ലേറെ മൈൽ വേഗതയിൽ കുതിച്ചുപായാനും തുടങ്ങി. യാത്ര ഒരാഴ്ച പിന്നിട്ടതോടെ കടൽ കുറെ കൂടി ശാന്തമായി. വെള്ളത്തിനു നീലനിറമാവുകയും ചെയ്തു. യാത്ര അനായാസമായതോടെ അവർ മീൻ പിടിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ചങ്ങാടത്തിലെ പ്രകാശം കണ്ട് നിരവധി മീനുകൾ അങ്ങോട്ട് കുതിച്ചെത്തി. വമ്പൻ സ്രാവുകളും കോണ്ടിക്കിയോടൊപ്പം നീന്തുക സാധാരണമായിരുന്നു. 6 അടി മുതൽ 10 അടി വരെ വലിപ്പമുള്ള സ്രാവുകളെ ചൂണ്ട ഉപയോഗിച്ച് അവർ പിടികൂടുകയും ചെയ്തിരുന്നു. തെക്കേ അമേരിക്കയിൽ നിന്നും 2000 മൈൽ ദൂരം കടലിൽ അവർ താണ്ടിയിരിക്കുന്നു. തങ്ങൾ ലക്ഷ്യമിട്ടിരിക്കുന്ന പോളിനേഷ്യൻ ദ്വീപിലെത്താൻ അത്രയും ദൂരം കൂടി പിന്നിടേണ്ടതുണ്ടെന്ന് അവർ കണക്കുകൂട്ടി. ശാന്തമായിരുന്നു ശാന്തസമുദ്രത്തിലൂടെയുള്ള അവരുടെ യാത്ര. ഇടയ്ക്ക് ചങ്ങാടത്തിൽ നിന്ന് റബ്ബർ ബോട്ടുകളിൽ കടലിലേക്കു തുഴഞ്ഞുപോയ ചിലർ തിരമാലകളിൽ പെട്ടുപോയെങ്കിലും ഒരുവിധം ചങ്ങാടത്തിൽ തിരിച്ചെത്തി. പിന്നീട് ചങ്ങാടവുമായി നീളൻ കമ്പിക്കയർ കൊണ്ട് ബന്ധിച്ചിട്ടു മാത്രമേ അവർ ബോട്ടിൽ കടൽയാത്ര നടത്തിയിരുന്നുള്ളൂ. ജൂലൈ 3-ാം തീയതിയായപ്പോൾ പോളിനേഷ്യയിൽ നിന്നും 1000 മൈൽ ദൂരത്തിലെത്തിയതായി അവർക്ക് ബോധ്യപ്പെട്ടു. അതിനടുത്ത ദിവസങ്ങളിൽ പോളിനേഷ്യൻ ദ്വീപുകളിൽ നിന്ന് പക്ഷികൾ ചങ്ങാടത്തിനരികിലേക്ക് പറന്നെത്തി. കരയുടെ സാമീപ്യമറിയിക്കുന്ന ചില മേഘങ്ങളും അവർ അന്തരീക്ഷത്തിൽ കണ്ടെത്തി. ഒടുവിൽ അതും സംഭവിച്ചു. 3 മാസത്തിലേറെക്കാലം കടലിൽ ഒറ്റപ്പെട്ടു നീങ്ങിയ കോണ്ടിക്കി ഒരു ദ്വീപിനടുത്തെത്തി. സഞ്ചാരികൾ അത്ഭുതത്തോടെ ആ കാഴ്ച കണ്ടു. ടൊമാറ്റോ ദ്വീപ് സമൂഹത്തിലെ പുക്ക പുക്ക എന്ന ദ്വീപിലേക്കാണ് കോണ്ടിക്കി അടുത്തുകൊണ്ടിരുന്നത്. വൈകാതെ ദ്വീപിലെ താമസക്കാർ പുകപടലമുയർത്തി അവരെ സ്വാഗതം ചെയ്തു. എന്നാൽ പുക്ക പുക്ക ദ്വീപിൽ നിന്നും പിന്നെയും അവർ അടുത്ത ദ്വീപ് ലക്ഷ്യമാക്കി നീങ്ങി. 4 ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ അവർ മറ്റൊരു ദ്വീപിനെ സമീപിച്ചു. പവിഴപ്പുറ്റുകളെ വലം വച്ച് അപ്പോഴും അതിസാഹസികമായിട്ടായിരുന്നു അവരുടെ യാത്ര. ചങ്ങാടും പവിഴപ്പുറ്റിൽ ഇടിച്ചാൽ എന്താണു സംഭവിക്കുക എന്നു പറയാൻ പറ്റില്ല. അപ്പോഴേക്കും അവരുടെ യാത്ര 97 ദിവസം പിന്നിട്ടിരുന്നു. യാത്ര തുടങ്ങിയപ്പോഴേ ഏതാണ്ട് 97 ദിവസം കൊണ്ട് അവിടെ എത്താനാകുമെന്ന് അവർ കണക്കുകൂട്ടിയിരുന്നു. അതു കൃത്യമായി വന്നത് അവരെ അത്ഭുതപ്പെടുത്തി. അവരുടെ യാത്ര പിന്നെയും ദിവസങ്ങൾ നീണ്ടു.
യാത്ര 100-ാം ദിവസത്തിലെത്തി. അപ്പോഴും പവിഴപ്പുറ്റിൽ ഏതു സമയത്തും ഇടിച്ചു തകരാമെന്ന വിധത്തിലായിരുന്നു കോണ്ടിക്കിയുടെ പാച്ചിൽ. തടിക്കഷണങ്ങളും കമ്പിക്കഷണങ്ങളും ഭാരമുള്ള വയർലെസ് ബാറ്ററികളും ഉപയോഗിച്ച് അവർ ഒരു നങ്കൂരം രൂപപ്പെടുത്തി. അത് കടലിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതു പിന്നീട് കുഴപ്പത്തിനു കാരണമായപ്പോൾ അതുമായുള്ള ബന്ധം വിച്ഛേദിച്ചു. ചങ്ങാടം പവിഴപ്പുറ്റിൽ ഇടിച്ചു തകരാൻ ഇനി മണിക്കൂറുകൾ മതിയെന്ന് അവർക്കുറപ്പായി. എല്ലാവരും ചങ്ങാടത്തിന്റെ സുരക്ഷിത ഭാഗങ്ങളിൽ പിടിച്ചു തൂങ്ങിക്കിടന്നു. കൂറ്റൻ തിരമാലകൾ കോണ്ടിക്കിയെ എടുത്തടിച്ചു കൊണ്ടിരുന്നു. വൈകാതെ അതു സംഭവിച്ചു. തിരമാലയിൽ വലിച്ചെറിയപ്പെട്ട് പവിഴപ്പാറയിൽ അടിച്ച് കോണ്ടിക്കി തകർന്നു. എന്നാൽ ചങ്ങാടത്തിൽ പിടിച്ചു തൂങ്ങിക്കിടന്ന സാഹസിക സഞ്ചാരികൾ ഒടുവിൽ ഒരുവിധം പവിഴപ്പുറ്റിൽ പിടിച്ചുകയറി. ചങ്ങാടത്തടികളുടെ കെട്ടെല്ലാം പൊട്ടിത്തകർന്നിട്ടും അവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു. അതുണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന 9 ബാൽ തടികൾക്കും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പവിഴപ്പുറ്റിലെ വെള്ളത്തിലൂടെ നടന്ന് അവർ തെങ്ങുകൾ നിരന്നു വളരുന്ന ദ്വീപിലേക്കു പ്രവേശിച്ചു. ഒടുവിൽ അവരെല്ലാവരും അതീവ ആഹ്ലാദത്തോടെ തെങ്ങുകളുടെ ചുവട്ടിൽ മാനം നോക്കി മലർന്നുകിടന്നു. അതെ, അവരുടെ ലക്ഷ്യം സഫലമായിരിക്കുന്നു. പോളിനേഷ്യൻ മണ്ണിൽ അവർ എത്തിച്ചേർന്നിരിക്കുന്നു.